വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനസറേത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക. ശിമോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങുവാറോളം നിറച്ചു. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, പാപിയായ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ അവൻ്റെ പങ്കുകാരായ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തമ്പുരാൻ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ തന്നോടുകൂടി ആയിരിക്കുവാൻ, അയക്കപ്പെടുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ വിളിക്കപ്പെടുന്ന പശ്ചാത്തലമാണ് നാം ഇവിടെ കാണുന്നത്. ആദ്യ ശിഷ്യന്മാർ പ്രേക്ഷിത ദൗത്യം സ്വീകരിക്കുവാൻ പത്രോസ് തയ്യാറാകുന്നു. ആദ്യം ഇത് പ്രഘോഷിക്കുവാൻ പത്രോസ് മുൻപോട്ട് വരുന്നു. അപ്പോസ്തല നടപടി പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ സുവിശേഷ പ്രഘോഷകനായി മാറുന്ന പത്രോസിനെ കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന പത്രോസിനെ നാം കാണുന്നു. തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന വിളിയുടെ ഈ ഭാഗം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. യേശു ഗലീലയിലേക്ക് കടന്നു വന്നുകൊണ്ട് മറ്റ് പട്ടണങ്ങളിലേക്ക്, ജെറുസലേമിലും സമറിയായിലും യൂദയായിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തനിക്ക് സാക്ഷികളായിരിക്കുവാനാണ് ശിഷ്യന്മാരെ വിളിച്ചത്. അവിടുത്തെ ദൗത്യവും സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സദ്വാർത്തയുമായിട്ടാണ് കടന്നു വന്നതും ഈ ലോകത്തെ വിട്ട് തൻ്റെ കുരിശുമരണത്തിലൂടെ സകല സൃഷ്ടവസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് രക്ഷിക്കുവാൻ കഴിയുന്ന ഉദാത്തമായ ഒരു മരണം കൈവരിക്കുവാൻ ഒരുങ്ങുന്നതിൻ്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ആ ശിഷ്യന്മാർ യേശുവിൻ്റെ ആകർഷണ വലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് നാം കാണുന്നത്. യേശു ഗനസറേത്ത് തടാകത്തിൻ്റെ, ഗലീലിയ തടാകത്തിൻ്റെ കരയിലേക്ക് വരുന്നു. അവിടെ 2 വള്ളങ്ങൾ മീൻപിടുത്തത്തിന് പോയി തിരിച്ചു വന്ന 2 വള്ളങ്ങൾ കിടക്കുകയാണ്. അതിലൊന്ന് ശിമോൻ പത്രോസിൻ്റേതാണ്. ശിമോൻ പത്രോസിൻ്റെ വള്ളത്തിൽ കയറിയിട്ട് അല്പം
ദൂരത്തേക്ക് വെള്ളത്തിലേക്ക് മാറ്റിയിടുക ആ വള്ളമെന്ന് യേശു ആവശ്യപ്പെടുന്നു. അപ്രകാരം ചെയ്യുമ്പോൾ അത്ഭുതകരമായ സംഭവം നടക്കുകയാണ്. പടകിൻ്റെ വലതുവശത്തായി ആഴത്തിലേക്ക് വലയെറിയുക. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ നീണ്ട യാമങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയിൽ വന്ന് വലയെല്ലാം കഴുകി കടൽക്കരയിൽ വിശ്രമിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യേശു തമ്പുരാൻ കടന്നു വന്നുകൊണ്ട് പത്രോസിൻ്റെ വള്ളത്തിൽ കയറി കടലിലേക്ക് അല്പം മാറ്റിയിടാൻ ആവശ്യപ്പെട്ട് വചനത്താൽ അവരെ ഒരുക്കിയ ശേഷമാണ് പത്രോസിനോട് പറയുന്നത്, പടകിൻ്റെ വലതുവശത്തായി ആഴങ്ങളിലേക്ക് വലയെറിയുക. നിന്നേക്കാൾ അറിവില്ലാത്തവരൊന്നുമല്ല ഞങ്ങൾ. ഈ കടലിനെക്കുറിച്ച് ഞങ്ങൾക്കാണ് കൂടുതൽ അറിവുള്ളത്. അങ്ങനെയുള്ള നല്ല മുക്കുവരായ ഞങ്ങൾ രാത്രിയിലാണ് മീൻ കിട്ടാൻ സാധ്യതയുള്ളത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇനി എന്തിന് സമയം പാഴാക്കണം, എന്തിന് അധ്വാനിക്കണം, എന്ത് ഫലമാണുള്ളത് എന്ന് ന്യായമായി അവർക്ക് ചിന്തിക്കാമായിരുന്നു. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തമ്പുരാൻ്റെ വാക്കുകൾ ചലനാത്മകമായ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ തമ്പുരാൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പടകിൻ്റെ വലതുവശത്തായി ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ ധാരാളം മത്സ്യം കിട്ടുകയാണ്. തങ്ങളുടെ വല കീറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ സഹായത്തിനായിട്ട് അടുത്ത് കിടക്കുന്ന വള്ളക്കാരെയും വിളിക്കുകയാണ്. അവരും വന്നു സഹായിച്ചു. 2 വള്ളങ്ങളും നിറയുവോളം മീൻ കിട്ടി. അത്ഭുതകരമായ ഒരു മീൻപിടുത്തം. ഈ മീൻപിടുത്തം കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി, തന്നോടുകൂടി ആയിരിക്കുന്നവൻ സാധാരണക്കാരനല്ല, ശക്തനായവനാണ്, ദൈവാനുഗ്രഹമുള്ളവനാണ്, ദൈവമാണ്. ആ ബോധ്യത്തിൽ പത്രോസ് അവൻ്റെ പാദത്തിൽ വീണുകൊണ്ട് പറയുകയാണ്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നിൽ നിന്നും അകന്നു പോകണമേ. പത്രോസ് ആരാണെന്ന് അറിഞ്ഞ് ആയിരുന്ന സ്ഥിതിയിൽ നിന്നും ആയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് അവനെ കൊണ്ടുവരുവാനായിട്ടാണ് യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരമെല്ലാം അരുളി ചെയ്തുകൊണ്ട് അവനെ പ്രവർത്തന നിരതനാക്കുന്നത്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണെന്ന് വെളിപ്പെടുത്തിക്കൊടുത്ത പശ്ചാത്തലത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തം കണ്ടപ്പോൾ പത്രോസും തന്നോടൊപ്പമുണ്ടായിരുന്ന യാക്കോബും യോഹന്നാനുമൊക്കെ വിസ്മയിക്കുകയാണ്, അന്താളിക്കുകയാണ്. അവിടെയാണ് പത്രോസിൻ്റെ വെളിപ്പെടുത്തൽ, ഞാനൊരു പാപിയാണ്, എന്നിൽ നിന്നും അകന്നു പോകണമേ. എന്നാൽ പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനായി കടന്നു വന്നവൻ, ആരെയും അവഗണിക്കാതെ പരിഗണിക്കുന്നവൻ, എല്ലാവരെയും സ്വന്തമായി കാണുന്നവൻ പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. യേശു തമ്പുരാൻ വല വീശുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിറഞ്ഞതായ മത്സ്യം മാത്രമല്ല, ആ വലയിൽ അകപ്പെട്ടതായ ശിഷ്യന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. തമ്പുരാൻ്റെ ആകർഷണ വലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടതിൻ്റെ സംതൃപ്തിയിൽ തങ്ങളുടെ കുറവുകളൊക്കെ നിറവുള്ളവൻ്റെ സന്നിധിയിൽ തുറന്നു പറയുന്ന പത്രോസും അതിനനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഒരുങ്ങുന്ന ശിഷ്യന്മാരെയും നാം കാണുകയാണ്. കരയ്ക്കിറങ്ങിയ ശേഷം വള്ളവും വലയും മീനും എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യുന്ന പത്രോസിനെ നാം കാണുകയാണ്.
വിശ്വാസത്തിൻ്റെ ഒരു വലിയ തെളിവ് നാം ഇവിടെ കാണുകയാണ്. ഓൺ അവർ ഓൺ വി ക്യാൻ ഡു നത്തിങ്, ബട്ട് വിത്ത് ഹിം ഐ ക്യാൻ ഡു എവറിത്തിങ്. നമുക്ക് നമ്മെ തന്നെ ആശ്രയിക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥ. പത്രോസിൻ്റെ കഴിവും മിടുക്കും എല്ലാം മീൻപിടുത്തക്കാരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നതായിരുന്നു. വലിയ മുക്കുവനെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്നാൽ ഒന്നുമല്ല എന്നും അവനോടുകൂടി ആയിരിക്കുമ്പോൾ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പത്രോസ് തൻ്റെ ബലഹീനത തുറന്നു പറയുകയാണ്. ബലവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയാണ്. പത്രോസിന് ദൈവം നൽകിയത് കാരുണ്യമാണ്. തമ്പുരാൻ്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. കാരുണ്യമേകുവാൻ അവിടുന്ന് നൽകുന്ന അവസരമായി നാം അതിനെ കാണണം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മീനല്ല അത്ഭുതം. അത് അത്ഭുതകരമായി തോന്നുന്നുവെങ്കിലും തമ്പുരാൻ്റെ ആകർഷണ വലയത്തിലേക്ക്, ആ വലയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ മനുഷ്യരെ പിടിക്കുന്ന തമ്പുരാനെ കാണുകയാണ്. ഓരോ മനുഷ്യരുടെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം എത്തിച്ചു കൊടുക്കുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുകയാണ്. വിച്ഛേദിക്കപ്പെടാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ആ ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും സ്നേഹത്തോടുള്ള ശുശ്രൂഷ സമൂഹത്തിൽ നിർവഹിക്കുവാനുമായി ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. അതുവഴിയായിട്ടാണ് ലോകം അറിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം, ഔദാര്യം. അങ്ങനെ പ്രവർത്തിച്ച, ലോകം ആദരിക്കപ്പെടുന്ന തമ്പുരാൻ്റെ സാക്ഷിയായി ജീവിച്ച് അതിർത്തികളില്ലാത്ത പ്രദേശങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ദൈവസാന്നിധ്യമായി ജീവിച്ച ഒരു വിശുദ്ധയാണ് നാം കാണുന്നത് മദർ തെരേസയിലൂടെ. 1910 യുഗോസ്ലോവിയയിൽ അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ ആഗ്നസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാതാപിതാക്കൾ വളരെ ഔദാര്യത്തോടുകൂടി, കരുതലോടുകൂടി അവളെ വളർത്തി. നിക്കോളോ ബോയോയും അമ്മ എത്ര കരുതലോടുകൂടി തന്നെ വളർത്തി എന്നുള്ളത് ആഗ്നസ് നന്ദിയോടെ ഓർക്കുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്രായം മുതൽ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, ഔദാര്യം ഇവയിലൊക്കെ വളർന്നു വരുവാൻ അവൾക്ക് സാധിച്ചു. 12ാമത്തെ വയസ്സ് മുതൽ അവൾക്ക് തന്നെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഇടവക ശുശ്രൂഷകളിൽ സജീവമായ ഒരു നേതൃത്വം കാഴ്ചവെച്ചു. തുടർന്നുള്ള 5 വർഷങ്ങൾ തമ്പുരാന് തന്നെ സമർപ്പിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമായി കണ്ടു. 1928 അവൾ ഒരു സന്യാസിനിയാകുവാനുള്ള തീരുമാനമെടുത്ത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള യേശുവിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ കടലും കരയും കടന്ന് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരുവാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിക്കുകയാണ്. പ്രേക്ഷിതരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വായിച്ചു മനസ്സിലാക്കി കേട്ടറിഞ്ഞ അവൾ ലോററ്റോ സഭയിലെ സന്യാസിനി സമൂഹത്തിൽ അംഗമായി ചേർന്നുകൊണ്ട് 1928 ഭാരതത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു.
29 ജനുവരി മാസം 6-ാം തീയതി അവൾ ഭാരതത്തിലെത്തി. 1931 ഒരു സന്യാസിനിയായി തന്നെ വ്രതം നടത്തിക്കൊണ്ട് തെരേസയിലെ വിശുദ്ധ ലിസ്യൂലെ തെരേസയായുടെ നാമധേയം സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രേക്ഷിതയാകുവാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1937 മെയ് മാസം 24-ാം തീയതി നിത്യവ്രത വാഗ്ദാനം നടത്തിയ ശേഷം കൽക്കട്ടയിലെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സഹോദരിയിൽ നിറഞ്ഞു നിന്നതായ നന്മകൾ നാം നന്ദിയോടെ ഓർക്കണം. വളരെ ചിയർഫുള്ളായിട്ടുള്ള സന്തോഷമായ ഒരു മുഖമായിരുന്നു ഈ അമ്മയുടേത്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തെളിമ, സന്തോഷം, സമാധാനം ഒക്കെ മുഖത്തിലൂടെ വെളിപ്പെടുത്തുവാൻ അവൾക്ക് കഴിഞ്ഞു. കഠിനാധ്വാനം അവളുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിലൂടെ തനിക്കും സമൂഹത്തിനും നന്മ കൈവരിക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് അവൾ കാഴ്ചവെച്ചത്. ഉപവിയുടെ പ്രവർത്തനം അവളുടെ ജീവിത ശൈലിയായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക, അതിൽ അവൾ ആനന്ദം കണ്ടെത്തി. വളരെ ഔദാര്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് അവളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞത്. ഇതിനേക്കാളെല്ലാം ഉപരിയായി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല നേതൃത്വ പാഠവകത്തിലൂടെ ഒരു സമൂഹത്തെ ഒരുക്കുവാനുള്ള കഴിവ് അവൾ തൻ്റെ പരിശീലന കാലഘട്ടത്തിൽ സ്കൂളിൽ ജോഗ്രഫിയും ചരിത്രവും ഒക്കെ പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ നേടിയെടുത്ത് അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കി മാറ്റി. തൻ്റെ അധ്യയനത്തോടൊപ്പം തന്നെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ജീവിച്ച സാഹചര്യത്തിൽ അവൾക്ക് ലഭിക്കുന്ന ഉൾവിളി പാവപ്പെട്ടവരോട് പക്ഷം ചേരുവാൻ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുവാൻ, അനാഥർക്ക് സനാഥത്വം കൊടുക്കുവാൻ, നിരാശ്രയർക്ക് ആശ്രയത്വമാകുവാൻ ഉള്ള അവസരം നൽകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൾ ഡാർജിലിംഗിലേക്കുള്ള യാത്രയിൽ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ അനുവാദത്തോടു കൂടി ലോററ്റോ സന്യാസിനി സമൂഹത്തിൽ നിന്ന് 2 വർഷത്തേക്ക് പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ അനുവാദം വാങ്ങിക്കുകയും പാറ്റ്നയിലെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവരോടുകൂടി ആയിരുന്നു കൊണ്ട് ആതുര ശുശ്രൂഷയുടെ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കൽക്കട്ടയുടെ തെരുവീതിയിലേക്ക് കടന്നു വരികയാണ്. പാവപ്പെട്ടവരുടെ മുഖത്ത് തമ്പുരാനെ ദർശിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുവാൻ അവൾ തയ്യാറായി മുൻപോട്ട് വന്നതിൻ്റെ ഫലമായി 12-ാം പിയൂസ് മാർപ്പാപ്പ ആ സമൂഹത്തെ അംഗീകരിക്കുകയും 1950 ഒക്ടോബർ മാസം 7-ാം തീയതി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹം രൂപപ്പെട്ടു, കൽക്കട്ട കേന്ദ്രമാക്കി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സമസ്ത മേഖലകളിലും അന്ധകാരത്തിൻ്റെ മേഖലകളിൽ ഒരു പ്രകാശമായി മാറുവാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിൻ്റെ സാന്ത്വനമായി മാറുവാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് രോഗികൾ, ട്യൂബർക്ലോസിസ് ബാധിച്ചതായ രോഗികൾ, അൺവാണ്ടഡായിട്ടുള്ള, അൺകെയർഡായിട്ടുള്ള, അൺലവ്ഡായിട്ടുള്ള, അവഗണിച്ചവരെ, ആരും ശ്രദ്ധിക്കാതില്ലാതിരുന്നവരെ, സ്നേഹം നിഷേധിക്കപ്പെട്ട ആളുകളെ തൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക്, അങ്ങനെ ഒരു ഭവനം, നിർമ്മല ഭവനം, ഹൃദയ നിർമ്മലമായ ഒരു ഭവനം
തൻ്റെ ഹൃദയത്തിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബാഹ്യ അടയാളം കൽക്കട്ടയിൽ നിർമ്മൽ ഹൃദയ എന്ന ഭവനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ശിശുഭവനവും ശാന്തിഭവനവും കുഷ്ഠരോഗികൾക്കായിട്ട് ഒക്കെ സ്ഥാപിച്ച് സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ സന്ദേശവുമായി കടന്നു ചെന്നു. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം സിദ്ധിച്ച ഈ സഹോദരി 1963 മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ബ്രദേഴ്സിനു വേണ്ടി ഒരു സന്യാസ സമൂഹം, കോണ്ടംപ്ലേറ്റീവ്സ് ആയിട്ട് വരുവാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി ഒരു സമൂഹം, പിന്നീട് മിഷണറി ചാരിറ്റി ഫാദേഴ്സിന് വേണ്ടി ഒരു സമൂഹം, കോർപ്പസ് ക്രിസ്തി യേശുവിൻ്റെ ശരീരത്തോട് പ്രത്യേക ഭക്തി, ദിവ്യകാരുണ്യത്തോട് ഭക്തിയുള്ള ഒരു സമൂഹം, അൽമായർക്ക് വേണ്ടിയുള്ള സമൂഹം ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് 4000-ഓളം സന്യാസിനിമാർ 610 ഭവനങ്ങളിലായി 123 കോൺഗ്രിഗേഷനിലായിട്ട് രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നു. ഇത്ര വലിയ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഈ സഹോദരിക്ക് കഴിയുന്നത് തമ്പുരാൻ്റെ ആ സ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ട് പടകിൻ്റെ വലതുവശത്തായി ആഴങ്ങളിലേക്ക് വലയിറക്കുവാൻ മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുവാൻ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം 1997 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ ലോകത്തെ വിട്ട് അവൾ കടന്നു പോയപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഈ അതിരുകളില്ലാത്ത സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് ജീവിച്ചതായ ഈ സഹോദരിക്ക് വലിയ ഒരു അംഗീകാരം നൽകുകയായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിച്ചതായ ഓരോ ആദരവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഒരു അംഗീകാരമായിട്ടാണ് നാം അതിനെ കാണുന്നത്. 2003 ഒക്ടോബർ മാസം 19-ാം തീയതി പരിശുദ്ധ പിതാവ് വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. അവൾക്ക് ലഭിച്ചതായ നിരവധി പുരസ്കാരങ്ങൾ നോക്കുമ്പോൾ നോബൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് 1979, ഭാരതരത്ന 1980-കളിൽ ഒക്കെ നൽകിയപ്പോൾ അത് ദൈവമഹത്വത്തിനായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള ശുശ്രൂഷയ്ക്കായിട്ട് അത് മാറ്റിവെക്കുവാൻ അവൾ കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ സഹോദരിയുടെ സവിശേഷത? നിശബ്ദമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും പ്രാർത്ഥനാപൂർവം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുകയും വിശ്വാസത്തോടുകൂടി മറ്റുള്ളവരെയും തന്നെയും ദൈവത്തെയും അംഗീകരിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചതിനാൽ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ പകർന്നു കൊടുത്തുകൊണ്ട് അവൾ ജീവിച്ചു. അങ്ങനെയുള്ള ശുശ്രൂഷയുടെ ഫലമായിട്ട് അവൾക്ക് ലഭിച്ചതായ സമാധാനം ലോകത്തിന് നൽകുവാൻ കഴിയാത്ത ഏറ്റവും വലിയ സമാധാനമാണ്. ഓരോ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിമാന കമ്പനിക്കാരൊക്കെ ഉന്നതമായ ഒരു സ്ഥാനം അവൾക്ക് നൽകിക്കൊണ്ട് അവളെ ആദരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇക്കോണമിക് ക്ലാസ് പ്രിഫർ ചെയ്തുകൊണ്ട് മാത്രം സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച ആ സഹോദരിയെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് മാറ്റുമ്പോഴും മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുവാൻ അടുത്ത സീറ്റ് അതിനുവേണ്ടി ഒതുക്കിയിടുന്ന ഈ അമ്മയെ കാണുമ്പോൾ എപ്പോഴും മനുഷ്യരോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ ഈ അമ്മ നടത്തിയ പരിശ്രമം
പടകിൻ്റെ വലതുവശത്തായി വല വീശുവിൻ എന്നാവശ്യപ്പെട്ട യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പത്രോസ് പ്രവർത്തിച്ചതുപോലെ തമ്പുരാൻ്റെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് ലോകം ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മദർ മാറിയിരിക്കുന്നുവെങ്കിൽ രാജ്യങ്ങൾക്കതീതമായി പ്രത്യയ ശാസ്ത്രങ്ങൾക്കതീതമായി മനുഷ്യത്വത്തിൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ദൈവസാന്നിധ്യമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തം നാം കാണുകയാണ്. വളരെയേറെ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടും അവയെല്ലാം സൗരപൂർവ്വം വിട്ടുപേക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ സമ്പത്തായി കണ്ടുകൊണ്ട് പാവപ്പെട്ടവരെ സമ്പന്നരാക്കുവാൻ, അനാഥർക്ക് സനാഥത്വം നൽകുവാൻ, അനാഥ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തണച്ചുകൊണ്ട് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞതിനാൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവളൊരു വിശുദ്ധയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വത്തിക്കാനിൽ ഉപവിയുടെ സഹോദരികൾക്ക് പ്രവർത്തിക്കുവാനായി പ്രത്യേക മേഖല തുറന്നു കൊടുത്തു. വത്തിക്കാൻ്റെ ഉള്ളിൽ തന്നെ ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന സന്യാസി സമൂഹം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തോടുള്ള ശുശ്രൂഷ ഏറ്റവും വലിയ ഒരു മീൻപിടുത്തമായി നാം കാണുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മീൻപിടുത്തം, ആരെയും അവഗണിക്കാത്ത മീൻപിടുത്തം. അങ്ങനെ ആദ്യത്തെ ശിഷ്യന്മാരെ പോലെ ഇന്ന് തമ്പുരാൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ ജീവിതമാർഗം കൊണ്ട്, സമാധാനത്തിൻ്റെ മാർഗം കൊണ്ട്, പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മഹത്തായ ശുശ്രൂഷ ഏറ്റുവാങ്ങിക്കൊണ്ട് സകല വിശുദ്ധരുടെയും വിശിഷ്യ അസീസിയിലെ ഫ്രാൻസിസിൻ്റെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലളിതമായ ജീവിതത്തിലൂടെ, ലളിതമായ ശൈലിയിലൂടെ, ആഴമായ അനുഭവത്തിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന മദർ തെരേസ മനുഷ്യഹൃദയങ്ങളിൽ അനശ്വരയായി ജീവിക്കുകയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മദറിൻ്റെതായ ആ ചൈതന്യം നാം ഓരോരുത്തരും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേദനയിൽ കഴിയുന്ന, രോഗികളായി കഴിയുന്ന, അനാഥരായ ആളുകൾക്ക്, അവഗണിക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ നമ്മേവരെയും ദൈവം ശക്തരാക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ശിഷ്യത്വം.